ഫില്ല് ചെയ്ത് വെച്ചിരുന്ന എല്ലാം ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഒഴിച്ചു വെച്ചിരുന്നതാണ്. അപ്പം ഇന്നാണ് എനിക്ക് ബാക്കി ചെയ്യാനുള്ള സമയം കിട്ടിയത്. നമുക്കിങ്ങനെ നമ്മുടെ അടുക്കളപ്പണിയുടെ ഇടയ്ക്ക് മറ്റു ജോലികളുടെ ഇടയ്ക്കൊക്കെ നമുക്കിത് ചെയ്യാവുന്ന ഒരു വർക്കാണിത്. അപ്പോൾ ഇനി അടുത്തത് ഈ ഒരു പോർഷൻ ഞാനിങ്ങനെ ഫില്ല് ചെയ്ത് വെക്കും. അത് ഡ്രൈ ആയതിന് ശേഷം ഈ ഒരു പോർഷൻ ഫില്ല് ചെയ്ത് വെക്കും. ഇത് ഞാൻ ചെയ്തിരിക്കുന്ന വൈറ്റ് ലൈനർ കൊണ്ടിട്ടാണ്. ഇതൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾ വളരെ സ്കെയിലൊക്കെ യൂസ് ചെയ്ത് അളന്നാണ് ഇത് ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ലൈൻ വരയ്ക്കാൻ തന്നെ ഒരു ദിവസം എടുത്തു. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് കളർ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ 2 തരം ഡിസൈനാണ് ഇത്തരമുള്ളത്. ഒരു റോ ഫുള്ള് വേറെ രീതിയിലും തൊട്ടടുത്തത് വേറെ രീതിയിലും. അപ്പോൾ അത് നോക്കി വേണം ചെയ്യാനായിട്ട്. ഇതിൽ ഗ്രീന് റെഡ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്തൊരു പിങ്ക് കളറ് അങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റോ പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് അടുത്തത് വരേണ്ടത്. അപ്പോൾ അത് നോക്കി നമ്മൾ കളേഴ്സ് ഫില്ല് ചെയ്യണം. ദെൻ ഫൈനലി നമ്മൾ ബീഡ്സും അതുപോലെ മിറർ വർക്കും എല്ലാം ചെയ്ത് ഇവിടെ ത്രെഡും ചുറ്റി വരുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര രസമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാനായിട്ട് ഭയങ്കര ആഗ്രഹം തോന്നില്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു റോ ഫില്ല് ചെയ്ത് വെക്കാം. ഇത് കുറേ ദിവസങ്ങൾ കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമുക്ക് ഇവിടെ കൊണ്ടുവരേണ്ടത്. ഈ ഒരു ഗാപ്പിക്കടെ എല്ലാം ഓറഞ്ച് കളറാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് അത് ഫില്ല് ചെയ്യാം. ഇതിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ബബിൾസ് വരാതെ നോക്കുക എന്നുള്ളതാണ്. ബബിൾസ് വന്നു കഴിഞ്ഞാൽ ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും അത് അവിടെ ഗ്യാപ്പായിട്ട് കിടക്കും. അത് ഒരു വൃത്തികേടാണ്. അപ്പോൾ മാക്സിമം ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഡ്രൈ ആവുകയാണെങ്കിൽ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് കിട്ടും. പിന്നെ ഒരുപാട് ചെയ്തിട്ട് ഉണക്കാൻ വയ്ക്കുമ്പോഴത്തേക്കും ഒക്കെ ഇത് കണ്ടോ, ചെരിവ് വരുമ്പോൾ ഈ പെയിൻ്റ് എല്ലാം കൂടെ ഈ സൈഡിലേക്ക് ഒളിച്ചു പോവും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ടൈം എടുത്ത് ഇങ്ങനെ ഞാൻ ഈ ചെയ്യുന്നതോടെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ചെറിയ ലൈറ്റ്സ് ഒക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും എന്നറിയോ. രാത്രിയിൽ ഒരു ടേബിൾ ലാമ്പായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ലൈറ്റ്സ് ഇട്ട് വെച്ചാൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. നമ്മൾ ഈ മിറർ വർക്കൊക്കെ ചെയ്തിട്ട് ഗ്ലാസ് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ലൈറ്റ് ഇട്ട് വെച്ചാൽ അതിൻ്റെ ഒരു വർക്കിൻ്റെ ഒരു ഭംഗി നമുക്കറിയാൻ പറ്റുള്ളൂ. വർഷങ്ങൾ മേടിച്ചിട്ട് വർഷങ്ങളായ പെയിൻറ്റുകളാണ് കേട്ടോ. ഞാനെല്ലാം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കുറച്ച് പാടാം. ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ച് സൂക്ഷിച്ച് വെക്കുന്നത് കൊണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളേഴ്സ് മാറിപ്പോയി എന്നോർത്തോ ആരും അറിയാനൊന്നും പോകുന്നില്ല, അത് വേറെ കാര്യം. പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ എപ്പോഴും അവരുടെ പെർഫെക്ഷനിലാണല്ലോ അവർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് കളേഴ്സ് എല്ലാം നോക്കി എടുക്കുക. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊരു ആർട്ട് വർക്ക് പെർഫെക്ഷനിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ഉഴപ്പി ചെയ്യുന്നതിനെക്കാട്ടും ഒത്തിരി ഭംഗിയുണ്ട്. നീറ്റ്നെസ്സിലാണ് ഏറ്റവും ഒരു ഭംഗിയിരിക്കുന്നത്. കുറേ നമ്മൾ അതും ഇതുമെല്ലാം വരച്ച് കുത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീറ്റായിട്ട് ചെയ്യുവാണെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇനി അടുത്തത് നല്ല സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ. എനിക്ക് എന്തിഷ്ടമാണെന്നറിയോ ഈ ഒരു കളർ ഗ്ലാസ് പെയിൻറ്റ് കൊടുക്കാനായിട്ട്. ഞാനിങ്ങനെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. മീൻസ് നമ്മുടെ വീടിൻ്റെ ജനലയൊക്കെ ഒന്ന് ഊരി തരുമായിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് ഊരി തരുമായിരുന്നെങ്കിൽ ഞാനത് ഫുള്ള് ഗ്ലാസ് പെയിൻറ്റ് ചെയ്താനേ. എന്നിട്ട് നമ്മൾ മോർണിംഗ് സൺലൈറ്റ് വരുന്നിടത്ത് ആ ജനല ഫിറ്റ് ചെയ്യണം. നമ്മൾ ആ ലൈറ്റ് വരുമ്പോഴത്തേക്ക് എന്ത് രസമായിരിക്കും എന്നറിയോ. അടുത്ത പച്ച കളറാണ്. നമ്മൾ നല്ല ക്ഷമയോടെ വേണം ചെയ്യാനായിട്ട് കേട്ടോ. നമുക്കിത് എത്രയും വേഗം ചെയ്ത് ഒപ്പിക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റോടുകൂടി ചെയ്യരുത്. നമ്മുടെ മൈൻഡിന് ഭയങ്കര റിലാക്സേഷൻ തരുന്ന പരിപാടിയാണ്. നമ്മളിങ്ങനെ വരയ്ക്കുമ്പോഴൊക്കെ ഭയങ്കര രസമാണ് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിതേ ഒരു 1 സൈഡ് ഇതേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ചെരിയാതെ ആ പെയിൻറ്റ് ഉണങ്ങാൻ വേണ്ടി വച്ചിരിക്കുകയാണ്. എന്നാലും അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതിങ്ങനെ ഈവനായിട്ട് പെയിൻറ്റ് ഉണങ്ങിയിരിക്കുകയുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഇരിക്കട്ടെ. അത് ഉണങ്ങി കഴിയുമ്പോൾ അടുത്തത് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുപ്പി ഇതേ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫുള്ള് അത് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നൂല് ചുറ്റാനുള്ളൊരു പരിപാടിയാണ്. ഈ ഒരു നൂല് നമുക്ക് ഏത് ക്രാഫ്റ്റ് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും കിട്ടുന്ന ഒരു സാധനമാണ്. ഇത് ചുറ്റിക്കഴിഞ്ഞാൽ തന്നെ കുപ്പിക്ക് നല്ലൊരു ഫിനിഷിങ് വരുവാണ് കേട്ടോ. വളരെ ഈസിയാണ് നമുക്ക് ആ ഒരു കുപ്പിയിലെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ ഫാബ്രിക് ഗ്ലൂ ആണ്. ഫാബ്രിക് അതായത് തുണിയിലൊക്കെ മുത്തൊക്കെ ഒട്ടിക്കുന്ന ഒരു ടൈപ്പ് ഗ്ലൂ ഉണ്ട്. അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതാവുമ്പോൾ നല്ലതായിട്ട് സ്റ്റിക്ക് ചെയ്തിരുന്നോളൂ കേട്ടോ. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ കുപ്പിയിൽ നിന്ന് ആ നൂല് വിട്ട് പോരുന്ന ഒരു പ്രശ്നമില്ല. നല്ലോണം അത് ഉണങ്ങി പിടിച്ചോളൂ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു കുപ്പി ഫുള്ള് ഇങ്ങനെ ഗ്ലൂ തേക്കുവാണ്. അതിന് ശേഷം നമ്മൾ ഈ നൂല് ചുറ്റി കൊടുക്കാനാണ് നമ്മുടെ പ്ലാന്.
അപ്പോൾ ഈ നൂല് ചുറ്റി തുടങ്ങുമ്പോൾ കുറച്ച് പാടാണ് നൂല് സ്റ്റിക്ക് ചെയ്തിരിക്കാനും ഒക്കെ. അതിനുശേഷം അത് കുറച്ചായിക്കഴിഞ്ഞാൽ നല്ല ഈസിയാണ്. കുപ്പി ചുമ്മാ തിരിച്ചു കൊടുത്താൽ മതി, ഈ ഗ്ലൂ തേച്ചിട്ട് നല്ലോണം ഇരുന്നോളും. നല്ല കറക്റ്റ് ലൈനായിട്ട് അത് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഒരു ബെറ്റർ ആയിട്ട് വരുന്നത്. ദെൻ നമ്മൾ ഫാബ്രിക് ഗ്ലൂ വീണ്ടും വീണ്ടും തേച്ച് കൊടുക്കുന്നു. അതിനുശേഷം അത് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയൊരു ടാസ്ക് ആയിട്ടുള്ള പണിയല്ല, ഈസിലി ചെയ്യാവുന്നൊരു പണിയാണ്. അപ്പോൾ ഈ ഒരു കുപ്പി ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു കുപ്പി ചെയ്ത് തരാമോന്നൊക്കെ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്, നമ്മൾ സെയിലിന് വേണ്ടി ചെയ്യുന്നതല്ല. പക്ഷേ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് അത് ചെയ്ത് കൊടുക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും കേട്ടോ ഈ ഒരു കുപ്പി ചെയ്യുമ്പോഴത്തേക്കും. ആ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും സമയമില്ല ഇത് മൊത്തം ഇരുന്ന് ചെയ്ത് കൊടുക്കാനായിട്ട്. പക്ഷെ എന്നാലും എനിക്ക് പറ്റിയാൽ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു വർക്ക്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം, അതിനകത്ത് ലൈറ്റ് ഇടുമ്പോഴത്തേക്കും ഈ നൂല് ചുറ്റിയ വെളുത്ത നൂല് ചുറ്റിയ ഭാഗമില്ല, അതിൻ്റെ ഇടയ്ക്കൂടെ ലൈറ്റ് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയൊരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ നൂല് ചുറ്റിയാണ് നമ്മളൊരു വൈറ്റ് പെയിൻറ്റിൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ട് ഈ നൂല് ചുറ്റുവാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതല്ല ലൈറ്റ് എമിറ്റിങ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതൊരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് ഈ കുപ്പിയിൽ വേണമെങ്കിൽ ബീഡ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കാം, അത് നമ്മുടെ ഇഷ്ടം. എനിക്ക് ബീഡ്സ് ഒട്ടിക്കുന്നേക്കാളും ഇഷ്ടം ഒട്ടിക്കാത്തതായിരുന്നു. ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്. സോ ഞാൻ ഹാഫ് പോർഷനാണ് ബീഡ്സ് ഒട്ടിച്ചിട്ടുള്ളൂ, ഹാഫ് ഞാൻ പ്ലെയിനായിട്ട് തന്നെ ഇട്ടു. അപ്പോൾ നമ്മുടെ കുപ്പി ഇതേ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഫൈനൽ ഷോട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കലും ബോട്ടിലാട്ടും എല്ലാവരുടെ ആയിട്ട് എനിക്ക് ഫൈനൽ ഷോട്ട് മിസ്സായി. അപ്പോൾ എനിവേ ഇതാണ് നമ്മുടെ ഈ ഒരു കുപ്പി, ഇങ്ങനെയാണ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ബോട്ടിലാട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. നല്ല രസമാണ് ഈ ഒരു ആർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ എന്താണേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്.